ആരോപണങ്ങൾ പാളിയതോടെ പാർലമെന്റിൽ അതിരുവിട്ട പ്രതിഷേധവുമായി പ്രതിപക്ഷം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ച് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തി. പോസ്റ്ററുകളുമായി ചെയറിനടുത്തേക്ക് കയറാൻ ശ്രമിച്ച അംഗങ്ങൾക്ക് പൊതുമുതൽ നശിപ്പിച്ചാൽ നിയമ നടപടി ഉണ്ടാകുമെന്ന് സ്പീക്കർ ഓം ബിർള താക്കീത് നൽകി. രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടാതെ ബീഹാറിലെ വോട്ടറാധികാർ യാത്രയ്ക്ക് വേണ്ടത്ര ജനപിന്തുണ ലഭിക്കാതെ വന്നതോടെയുമാണ് പാർലമെന്റിനകത്ത് പ്രതിപക്ഷത്തിന്റെ അതിരുവിട്ട പ്രതിഷേധം അരങ്ങേറിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യവും പോസ്റ്ററുകളുമായി പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ചെയറിനടുത്തെത്തി. പൊതുമുതൽ നശിപ്പിച്ചാൽ നിയമ നടപടി ഉണ്ടാകുമെന്ന് സ്പീക്കർ ഓം ബിർള താക്കീത് നൽകി. जनता ने सरकारी संपत्ति को तोड़ने के लिए नहीं भेजा है और मैं आपसे आग्रह कर रहा हूं और चेतावनी दे रहा हूं कि किसी भी माननीय सदस्य को ये प्रिविलेज नहीं है कि वह सरकारी संपत्ति को तोड़ने का प्रयास करे। अगर आपने सरकारी संपत्ति को तोड़ने का प्रयास किया तो मुझे कुछ निर्णायक फैसले करने पड़ेंगे और देश की जनता आपको देखेगी. ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ പ്രതിപക്ഷത്തിന് നേരെ ചോദ്യമുയർത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതെന്ന് പ്രതിപക്ഷത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയ് പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷ തീരുമാനം. അതേസമയം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധത്തിലാക്കാനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് BJP കുറ്റപ്പെടുത്തി. ജനം, ഡൽഹി.